ഈ ഒരു സസ്യത്തിൻ്റെ ഗുണം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ പൊന്നുപോലെ സംരക്ഷിച്ച് അതിനെ വളർത്തും. ഇതിൻ്റെ പേര് മുത്തിൽ അല്ലെങ്കിൽ കൊടങ്ങൽ എന്ന പേരിൽ അറിയും. ഇനി വേറെ എന്തോ പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഈ ഒരു ഇല കഴിക്കുന്നത് ഒരുപാട് അസുഖങ്ങൾ മാറ്റാനുള്ള ഒരു കഴിവുണ്ട്. ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തി ഇവിടെയുണ്ട്. ഇതാ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഒരു സസ്യമാണ്. ഇതിന് കൊടങ്ങലെന്ന് പേരുണ്ട്. ഇതിൻ്റെ ഇല ഒരു പിടുത്തെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഒരുപാട് രോഗങ്ങൾക്ക് ഔഷധമാണിത്. ഇനി രോഗമില്ലാത്തവരാണെങ്കിൽ ഇത് കഴിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കുറേശ്ശെ നമുക്കിത് കഴിക്കാം. ഒരു കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. അതുപോലെ തലച്ചോറ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. നെർവിനൊക്കെ നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടാനൊക്കെ നല്ലതായൊരു ഔഷധം. നമുക്ക് ഒരു ഏജ് കഴിഞ്ഞൊരു കാല് തെരുപ്പൊക്കെ വരില്ലേ, മുട്ടിന് താഴേക്ക് തെരുപ്പ് പ്രശ്നങ്ങളൊക്കെ വരുന്നതിനൊക്കെ നമ്മളിത് ഒരു മാസം അടുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ തന്നെ അതൊക്കെ നമുക്ക് കൺട്രോളായി കാണുന്നുണ്ട്. കാരണം എനിക്കുണ്ടായിരുന്നു. എനിക്ക് കിടക്കുന്ന സമയത്ത് കാലിന് ഒരു തരിപ്പ്, ഒരു ഇക്കിളി ആക്കണം, എന്തോ ഒരു അസ്വസ്ഥത, നമുക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഞാനിത് ഒരു മാസമായിട്ട് സ്ഥിരമായിട്ട് കഴിച്ചപ്പോൾ എനിക്കത് മാറി. അപ്പോൾ എനിക്കതൊരു വിശ്വാസമായി. ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടാണ് ഞാനിത് കഴിക്കാൻ തുടങ്ങിയത്. പിന്നെ കുട്ടികൾക്ക് നമ്മൾ ചെറിയ പ്രായത്തിൽ അരച്ച് തേച്ച് കൊടുക്കാറുണ്ട്. മേത്ത് ചെറിയ മറ്റേ പുഴുക്കടി പോലെയൊക്കെ വരില്ലേ, കുഞ്ഞു കുരുക്കളൊക്കെ വരുന്നതിനൊക്കെ അതെല്ലാം മാറാൻ വേണ്ടിയിട്ട് നമ്മളിത് അരച്ച് തേച്ച് കൊടുക്കാറ് കണ്ടിട്ടുണ്ട് ചെറുതിലെ. അപ്പോൾ അതിൽ കൂടുതൽ ഔഷധ ഗുണങ്ങൾ ഇതിനുണ്ട്. ഒരുപാട് പറയാനൊന്നും എനിക്കറിയില്ല, പക്ഷേ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷമില്ല. ധൈര്യമായിട്ട് കഴിക്കാം. രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി ചമ്മന്തിയായിട്ടൊക്കെ കഴിക്കുന്നവരുണ്ട്, തോരനായിട്ട് കഴിക്കുന്നവരുണ്ട്. നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇത് നമുക്ക് വീട്ടിൽ നട്ട് വളർത്താൻ പറ്റില്ലേ? പിന്നെന്താ, ഇഷ്ടംമാതിരി ഉണ്ടാവും നട്ടുവളർത്താൻ. നമ്മുടെ ഈ വഴി സൈഡിൽ കൂടെ ഒക്കെ ഉണ്ട്, നമ്മളിത് ശ്രദ്ധിക്കാനായിട്ടാണ്. ഇതിൻ്റെ വേരടക്കം കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ. വേരും കൂടെ ഉൾപ്പെടുത്തണം കഴിക്കുമ്പോൾ. നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇനി നമുക്ക് അരയ്ക്കാനോ അല്ലെങ്കിൽ ഒരു സമയമൊക്കെ ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ നേരെ പറിക്കുക, കഴുകുക, കഴിക്കുക. അങ്ങനെ ജ്യൂസൊക്കെ ആയിട്ട് ജ്യൂസായിട്ട് കുടിക്കാം. നല്ല ഒരു ഔഷധമാണ്. ഒരു ദോഷമില്ല. പ്രത്യേകിച്ച് കർക്കിടക മാസമാണ്. കർക്കിടകത്തിൽ 10 ഇല കഴിക്കണം എന്നാണല്ലോ. അതിലൊരല്ല ഇതായിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. പണ്ട് എനിക്ക് ടോൺസിലൻസിൻ്റെ അസുഖം ഉണ്ടായിരുന്നേ. അപ്പം എനിക്ക് ഇത് തന്നിരിക്കുന്നത് ഇതിൻ്റെ ഇലയും അതുപോലെ തന്നെ പച്ചമഞ്ഞളും ചെറിയുള്ളിയൊക്കെ അരച്ചിട്ട് ഉണ്ടയാക്കിയിട്ട് ഞാൻ 7 ദിവസം എനിക്ക് വൈദ്യൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇതിൻ്റെ ഇല എന്താണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഇത് 7 ദിവസം കഴിച്ചപ്പോൾ ടോൺസിലൻസിൻ്റെ എൻ്റെ അന്നത്തെ അസുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം ഇതിന് നല്ല ഒരു ഗുണമുള്ള നമ്മുടെ അസുഖങ്ങളൊക്കെ മാറ്റാനുള്ള ഒരു ഗുണമാണ്. എന്തായിരുന്നാലും ഇതിനൊരു കോഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ എന്ത് പച്ചമരുന്ന് കഴിച്ചാലും 1-2 ദിവസങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അസുഖം മാറില്ല. അതിന് നമ്മൾ ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 30 ദിവസം അല്ലെങ്കിൽ ഒരു 40 ദിവസമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് മാറ്റം വരും. അപ്പോൾ പച്ചമരുന്നുകളെല്ലാം ഇങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ഗുണം അറിയണമെങ്കിൽ നമ്മളത് ഒരു കോഴ്സ് എടുത്തിട്ട് അതുപോലെ തന്നെ അതങ്ങ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ അസുഖങ്ങളും മാറും. അതുമാത്രമല്ല, ഇതൊരു നല്ലൊരു ഫേസ് പാക്കും കൂടിയാണ്. ഇതിൻ്റെ ഇല നന്നായിട്ട് ഉണക്കി കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് പൊടിച്ച് കഴിഞ്ഞിട്ട് അതിൽ റോസ് വാട്ടറും കൂടി മിങ്കിൾ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു ഫേസ് പാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മുഖത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലോ ഓരോ ഏജൊക്കെ കഴിയുമ്പോൾ ചുക്ക് അങ്ങനെയൊക്കെ അതെല്ലാം മാറിക്കിട്ടും. നല്ല സ്മൂത്തായിട്ടുള്ളൊരു സ്കിൻ. അപ്പോൾ സൗന്ദര്യ സംരക്ഷണത്തിനും ഇത് നല്ലതാണ്. ഇതൊരു വള്ളിച്ചെടിയാണ്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഈ ഒരു കർക്കിടക മാസത്തിൽ ഇങ്ങനെ ഒരു ചെറിയൊരു കുറച്ച് വള്ളികളൊക്കെ ഇവിടുന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഞാനൊരു ഗ്രോ ബാഗിൽ ഇട്ട് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങ് വളർന്നോളും. ഇത് കുറച്ച് ദിവസം അങ്ങനെ നിൽക്കും. പിന്നെ അതങ്ങ് കമ്പൊക്കെ എടുത്തിട്ട് ഇതിനെ ഒരുപാട് അങ്ങനെ വളർത്താം. നമ്മുടെ വീടുകളിലൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു സസ്യമാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ഇതിനേക്കാളും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ഓക്കേ.